ഹലോ ഗൈസ്, ഐ ആം ആൽഫജാൻ. വെൽക്കം ടു എ ന്യൂ വ്ളോഗ് ഗൈസ്. ഇന്ന് ദിവസം സെപ്റ്റംബർ 5, സമയം 6 മണിയാകാൻ പോകുന്നു ഗൈസ്. ഇന്ന് തിരുവോണമാണ്. സോ ഗൈസ്, തിരുവോണ ദിനാശംസകൾ. ഹാപ്പി ഓണം. സോ ഇതൊരു നമ്മളൊരു ചെറിയൊരു ഓണം വ്ളോഗാണ്. സോ ഓണം ഈ ഇത്തവണത്തെ പോലെയല്ല. എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച കാലം തൊട്ട് ഞാൻ അച്ഛൻ്റെ അമ്മേനെയൊക്കെ വീട്ടിൽ പോയിട്ടാണ് ഓരോ വർഷം ഓണം ആഘോഷിക്കുന്നത്. ഇത്തവണ എല്ലാവരും ഇങ്ങോട്ട് വരുന്നു. ആൻഡ് എൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ചത് എൻ്റെ ഫസ്റ്റ് ഓണമാണ് എൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ കാണിക്കും. ബന്ധുക്കളും കാര്യങ്ങളൊന്നും കാണിക്കുന്നു. ഞാൻ എൻ്റെ ഒരു POV, എൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ അത്തമിടുന്നതും കാര്യങ്ങളും. ആൻഡ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. ഇന്ന് തിരുവോണ ദിനത്തിൽ ആരും ചെയ്യാത്ത ക്രൈസി ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ പോവാണ്. അത് വീഡിയോയുടെ ഒരു മിഡ് ക്രെഡിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും ഗൈസ്, ഹാപ്പി ഓണം വൺസ് അഗൈൻ. ഞാൻ എൻ്റെ ഓണക്കോടി കാണിച്ചു തരാം, എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. അപ്പോൾ അത് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. കറുത്ത ഒരു കുർത്തേന്നല്ല കളിക്കാം. കുർത്ത കടയിൽ നിന്ന് അടിച്ചു. എന്നിട്ട് ഈ ഡിസൈൻ, ഈ കഥകളിയുടെ ഡിസൈൻ എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ വരപ്പിച്ചതാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഹാഫ് കഥകളി ഹാഫ് തെയ്യം, അതായത് ഇവിടെ തെയ്യം. പക്ഷേ ഇവിടെ പോക്കറ്റ് വരുന്നതുകൊണ്ടും അതത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടും ഈ കഥകളി മാത്രമാക്കി. പക്ഷേ കഥകളി സെറ്റായിട്ടുണ്ട്. പിന്നെ ബാക്കി എൻ്റെ ഓണക്കോടികൾ ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ടീഷർട്ട് കിട്ടി, ടോമി ഹിൽഫിഗറിൻ്റെ നല്ല ഒരു കോട്ടൺ സെറ്റപ്പാണ്. ആൻഡ് ഒരു അലൻസോളിൻ്റെ ഷർട്ട് വാങ്ങിച്ചു, കെട്ടി. സോ ഞാൻ പണ്ടോട്ടെ അലൻസോൾ ഇട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ വന്നു. ആൻഡ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അലൻസോളി ഇടാൻ പോകുന്നത്. ഇത് ഇന്ന് ഇടില്ല മിക്കവാറും. ഇന്ന് ഞാൻ ഫുള്ള് ഇടാൻ പോകുന്ന കേസ് ഇതായിരിക്കും. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇതായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. മുണ്ട് ഇപ്പോൾ തൽക്കാലം മുണ്ടിനെ തേക്കാൻ കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഡൗട്ടെ, ഈ ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് വേണോ? കണ്ടില്ലേ, തോറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ. അത് ആപ്പിൾ വാച്ചാണോ? ആപ്പിൾ വാച്ച് ഞാൻ ചാർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ആപ്പിൾ വാച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളൂ. ആപ്പിൾ വാച്ച് ചാർജ് ചെയ്തിട്ട് വയ്ക്കാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രൈസി സാധനം ചെയ്യാൻ പോകുന്നുണ്ട്. അതുവരെ ഇതിൻ്റെ ചാർജ് ഇരിക്കുമെന്ന് പറഞ്ഞുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ ചാർജ് കയറ്റിയിട്ട് ഒരുപാട് നാളായി. ആൻഡ് റിമൈനിങ് ചാർജിലാണ് ഞാൻ ഇത് ഓട്ടിക്കാൻ പോകുന്നത്. ആൻഡ് ഇപ്പം ഞാൻ കുളിച്ചിട്ട് നമുക്ക് കാണാം. കുളിച്ചിട്ട് ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അത്തമിടാൻ പോകണം. ആൻഡ് ഞാൻ കുളിച്ചിട്ടിടാം ഗൈസ്. ഓണം ഫിറ്റ് ചെക്ക്. സോ ഫ്രണ്ടിൽ കണ്ണാടി ആയിരിക്കാണ്, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. കൊള്ളാമല്ലേ ഗൈസ്? നൈസായിട്ടുണ്ട്. അമ്മ അടിച്ച് കിഡിലായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ബട്ട് നൈസായിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഡിസൈൻ ഇസ് ഗോണ സ്റ്റീൽ ദ ഷോ. ഞാൻ ചിലപ്പോൾ ഷോ സ്റ്റോപ്പറായി മാറിയിരിക്കാം. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു അമ്മ, ഇത് ചെയ്തതിന്, ഈ ഡിസൈൻ ചെയ്തതിന്. സോ ഇന്ന് നമ്മൾ അത്തപ്പൂക്കൾ ഇടാൻ പോവുകയാണ്. ആരൊക്കെ എണീറ്റു എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് അത്തപ്പൂക്കളത്തിനെക്കാട്ടി ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ ഗൈസ്? അതിനെ മോഹം കാണിച്ചോളാം. എക്സൈറ്റഡ് ആയതെന്ന് വെച്ചാൽ എക്സൈറ്റഡ് ആകുന്നത് ഇത് എപ്പോൾ എണീറ്റുള്ളൂ, അതാണ് ഈ ബെഡ്ഷീറ്റ്. അപ്പോൾ അതിനുവേണ്ടി എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഇന്ന് നല്ല ഇഡലി സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റ്. പൊളിക്കാം. എന്നും ഇഡലി സാമ്പാറൊക്കെ തിന്നുന്നതന്നെ. ബട്ട് ഓണത്തിന് നമ്മൾ ദീപാവലിക്ക് രാവിലെ ദോശയും ചിക്കനൊക്കെ തിന്നും, അതേപോലെ ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ, അതാണ് ഇഡലി സാമ്പാർ രാവിലെ ഓണത്തിൻ്റെ നിന്ന്. ആൻഡ് ഗൈസ്, ഇനി താഴെ നമുക്ക് ഞാൻ അത്തപ്പൂക്കൾ ഇടാൻ പോകുന്ന സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. ആൻഡ് ഹെയർ സ്റ്റൈൽ ഓക്കെ അല്ലേ ഗൈസ്? രണ്ട് സൈഡും ഓക്കെ ആണെന്ന് വെച്ചിട്ടും. ആൻഡ് മീശ പിടിച്ചിരിക്കുക. ഓക്കെ. താട്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിസൈൻ ഇന്ന് രാത്രി വരച്ച് വെച്ചിരിക്കുകയാണ്. ആൻഡ് അവിടെ പൂവും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗൈസ്, ഡിസൈൻ്റെ കാര്യം പറയാം. ഡിസൈൻ ഇന്നലെ വൈകിട്ട് അപ്പൂപ്പൻ ഇട്ട് വരച്ചാണ്, ഞാനും അപ്പൂപ്പനും കൂടെ. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ആൻഡ് എൻഡിലോട്ട് എത്തുമ്പോൾ നമുക്ക് സെറ്റപ്പ് ആക്കാം, ഒരു അടിപൊളി അത്തമാക്കാം ഗൈസ്. ആൻഡ് ഹിയർ വി ഗോ ഗൈസ്. നമ്മൾ അത്തം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അത്തം. പൊളിയല്ലേ? അടുത്ത അടിപൊളി. ഞാനും അമ്മയും ഇട്ടു ഗൈസ്. അമ്മ ഹെൽപ്പ് ചെയ്തു. അനിയനും
ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കിട്ടും. അടിപൊളി, നല്ല നൈസ് സെറ്റ്. കുറച്ച് സമയം എടുത്ത് കഷ്ടപ്പെട്ടു, പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ് ഗൈസ്. അപ്പം എന്താ പറയുക, ഒന്ന് പുറത്തോട്ട് പോയി അച്ഛനോടൊപ്പം ഒന്ന് പുറത്തോട്ട് വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പുറത്തോട്ട് പോയിട്ടാണ്. അപ്പോൾ അത്തൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അത്ത സെറ്റാണ്. നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കും, ഞാൻ അച്ഛനമ്മ എനിയും അങ്ങനെ 4 പേരും കൂടെ ഫോട്ടോ എടുക്കുക. അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ അച്ഛൻ റെഡി ആയിട്ട് വന്നിട്ട് നമ്മൾ 4 പേരും കൂടെ പോയി ഫോട്ടോ എടുക്കും. അപ്പോൾ ഇനിയും 1-2 ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം ഇനി ആൾക്കാർ വരുമ്പോൾ അവരെയൊന്നും എനിക്ക് കാണിക്കാൻ, ഐ എം നോട്ട് ദാറ്റ് ടൈപ്പ്, ഐ എം ഷൈ ആൻഡ് ഇൻട്രോവേർട്ട് ഗൈ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം, ഈ വ്ളോഗ് എത്ര ലെങ്തി ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തൊക്കെ തന്നെയായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഞാൻ ഇനി ഓരോ കാഴ്ചകളും കാണിച്ചുകൊണ്ടിരിക്കും. ചിലത് വോയിസ് ഓവറിലായിരിക്കും, ഞാൻ ഇപ്പം തന്നെ പറയാം. ചില സംഭവങ്ങൾ വോയിസ് ഓവർ ആവും, ചില സമയത്ത് ആൾക്കാരിക്കുമ്പോൾ എനിക്ക് കയറി സംസാരിക്കാൻ ഒരിതില്ല. അപ്പം ചിലത് വോയിസ് ഓവർ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഫോട്ടോ എടുക്കാൻ പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, സോ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഫോട്ടോ സെഷൻ എടുത്ത് തുടങ്ങി. അപ്പോൾ ഇവിടെ ഗൈസ് അമ്മൂമ്മയുണ്ട്. എന്താ പറയുക, ഓണത്തിന് ഓഡിയൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സെയിം ടു യു. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഉച്ചയ്ക്ക് സദ്യ കഴിക്കും അല്ലേ? സദ്യ, പായസം എല്ലാം അങ്ങനെ അടിച്ചു പൊളിക്കുക. അപ്പോൾ ഓണം തകർക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഗൈസ് ബാക്കി അങ്ങോട്ട് അമ്മയൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ബൈ പറഞ്ഞു. ബൈ. ഓക്കെ. അപ്പം അവിടെ അമ്മ ഓണായിട്ട് അത്ത ഇട്ടു. അതൊന്നും ഇവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അമ്മ ഓണായിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എല്ലാവരുടെ അടുത്തും ഹാപ്പി ഓണം പറ, ഉറക്കെ പറ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. താങ്ക്സ്. അപ്പം സെയിം ടു യു. അപ്പം ഇവിടെ മൊത്തം ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുമിച്ചിട്ട് കേട്ടോ. ഡിസൈൻ നന്നായിട്ടുണ്ട്. ഈ സാധനം എനിക്ക് ഇഷ്ടം. ഇതിന്റെ പേരറിയാമോ? അല്ലല്ല, ഈ വേറെന്തോ പേര് പറയാനായിട്ട്, എന്തോ മറ്റേ കല്യാണത്തിനൊക്കെ വയ്ക്കുന്ന ടൈപ്പ്. പക്ഷെ ഈ സാധനം അത്തത്തിലൊന്നും ഇട്ട് കണ്ടിട്ടില്ല. അപ്പം കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നല്ല ഇതായിട്ട് ഇരിക്കും. നമ്മളൊരു പുല്ലും ലൈക്ക് ഷ്രബ് പോലെ നിൽപ്പുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തം. ഞാൻ നേരത്തെ കാണിച്ചതെന്ന് ഒന്നുകൂടെ കാണിച്ചത്. ഫസ്റ്റ് ടൈം നമ്മളെ വീട്ടിലെ ആദ്യത്തെ ഓണമല്ലേ? അപ്പം എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ആദ്യം സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അമ്മേടെ വീട്ടില് അങ്ങനെ. ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ തിരുവോണത്തിന് ആഘോഷിക്കുന്നത്. വളരെ സന്തോഷം. മോന്റെ ആഗ്രഹത്തിനല്ലേ ഇവിടെ ചെയ്തത്. നല്ല സൂപ്പറായി ചെയ്യാൻ പറ്റി. യെസ്. ഇവിടെ ഒരു അത്തം ഇട്ട് ആൻഡ് ഓൾറെഡി അത് കണ്ടില്ലേ നിങ്ങൾ, മറ്റേ അതിന്റെ പേരെന്തോ, മറ്റേ വയലറ്റ് ആ സാധനം അതും കൂടെ ഇടണം എന്ന് തോന്നണം. അപ്പം അതും കൂടെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ. ഞാൻ ഇതൊരു സ്റ്റോറി, ഒരു അപ്ഡേറ്റ് ഇട്ടില്ല, സ്റ്റോറി ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. എന്തായാലും ഇത് വന്നിട്ട് അമ്മ അവിടെ ഇടാന്ന് പറഞ്ഞു. അപ്പം അമ്മ ഞാൻ പറഞ്ഞ വാടാൻ പറ്റില്ല സാധനം ഇതെടുത്ത് വെച്ചോക്കാം. അവിടെ ഇവിടെ എങ്ങനെ വെച്ചോ? അല്ല, ഇവിടെ ബോർഡറില്ല, ഒരു ബോർഡർ ആയിട്ട് വെക്കണല്ലേ നല്ലത്. ബോർഡറിൽ വെക്കാൻ തികയില്ല, കുറച്ച് പൂക്കൾ ബാക്കി വന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ വെക്കാം. ഈ ഓറഞ്ച് അല്ല, ആ പച്ച സാധനം അതിന്റെ തുമ്പ് വെട്ടണ്ടേ? ഇവിടെ ഓക്കെയാണ്. ഇതാ ഓറഞ്ചിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവാം. ഓറഞ്ചിന്റെ ഗ്യാപ്പിൽ കുറച്ച് ഫ്ലവേഴ്സ് ബാക്കി വന്നതുകൊണ്ട് ഇങ്ങനെ ഉള്ളൂ. വെറുതെ കളയണ്ട, ഇട്ടിട്ട് പോവാം. അല്ലെങ്കിൽ ആ വയലറ്റ് ഉള്ളത് ഒരു രസമാണ്. ഈ ഒരു പൂവിന്റെ പേരിട്ട് ആ പൂവിന്റെ തന്നെ ഒരേ പൂവാണ്. റോസ് ഉണ്ട്. അല്ല, അതോ അത് ആ ഒരു പിങ്കും അല്ല പർപ്പിളും വയലറ്റും സ്ക്വയർ കിടക്കണം. അത് പർപ്പിൾ കൊള്ളാം. പക്ഷെ എന്താ പറയാ, ഈ മറ്റേ വാടാമുന്റെ അത്ര ഒരു ബ്യൂട്ടി ഇല്ല. അപ്പൊ അവിടെ ഇടാം. അപ്പം ബാക്കി ഇട്. ഫൈനൽ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടായിപ്പോയി. നല്ല കാറ്റുണ്ട്. കാറ്റാണ് ഇതിനെ മൊത്തം അറേഞ്ച്മെന്റ്സ് മാറ്റുന്നത്. കാറ്റ് ചില ആൾക്കാർ സാരിയൊക്കെ അടിച്ചു പോയി അങ്ങനെ ആയിരിക്കും. അപ്പൊ അത് സെറ്റ് ആയില്ലേ? അപ്പൊ അതിനി വയ്ക്കാണ്ടല്ലോ, അത് മൊത്തത്തിൽ വേണ്ട. നമ്മുടെ ഫൈനൽ ടച്ചപ്പ് ആയി. അപ്പം ഓണം സെറ്റായി. ഇനി ഇതിൻ്റെ അടുത്ത് സ്റ്റോറി ഇടണം. ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സ്റ്റോറി സെറ്റ് ആക്കണം. യാ, ഓക്കെ ഗൈസ്.
ബാക്കിയുള്ളത് കാണിച്ചിടാം, അല്ല ബാക്കി അടുത്തത് കാണിച്ചിടാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ഫൈനൽ അത്തപ്പൂക്കളം ഇതാണ്. ഇപ്പം 10-28 നമ്മൾ നേരത്തെ തീർത്താണ്. ആ വാടാമല്ലിയും കൂടെ വയ്ക്കണം എന്നുള്ളൊരു സെറ്റ് നിർബന്ധം. കാരണം ഇവിടെ അതെ കാറ്റ് ഇവിടെ വെച്ച് സെറ്റപ്പ് ആക്കി. വാടാമല്ലി എല്ലായിടത്തും വെച്ചാൽ ബോറാവും. അതുകൊണ്ട് ചിലയിടത്ത് കുത്തു പോലെ വെച്ചു. അപ്പം അടിപൊളി നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള പൂക്കളം തന്നെ നമുക്കുണ്ട്. യാ ഗൈസ്, സോ ഗൈസ്, ഞാൻ ബോറടിച്ച് അപ്പോൾ ചിപ്സൊക്കെ എടുത്തിട്ട് നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്, നൈസ്, ആത്മജ് അപ്രൂവൽ. സോ ഗൈസ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക് ഞാൻ സദ്യയുടെ ഒരു POV കാണിച്ചു. പിന്നെ ആ ഉപ്പേരിയൊക്കെ എടുത്തൊന്ന് സെറ്റാക്കി. ഗൈസ്, ഈ ഉപ്പേരിയുടെ ഒരു പ്രശ്നം എന്തെന്ന് അറിയാമോ? എത്ര കടിച്ചാലും പൊട്ടിച്ചാലും ഭയങ്കര പാടാണ് ഇത് കഴിച്ചു വെക്കാൻ. പക്ഷെ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ മധുരവും ശർക്കരയുടെ ഒരു ഇതും അടിപൊളി ടേസ്റ്റാണ്. ആൻഡ് ഗൈസ്, പിന്നീട് ചോറിട്ടു. പിന്നെ ഇതിനെ എല്ലാവരും മെയിൻ സ്റ്റെപ്സ് എല്ലാം കാണിച്ച് നിങ്ങൾക്ക് പോവാം. ആൻഡ് ഗൈസ്, പിന്നീട് പരിപ്പിട്ടതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റെപ്പാണ് നെയ്യ് ഒഴിക്കുക. നെയ്യ് ആ ഒരു വേവ് പോലെ വരുന്ന കാര്യങ്ങളൊക്കെ സെറ്റാണ്. ആൻഡ് അതിന് ശേഷം പപ്പടം പപ്പടം ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് പരിപ്പിൻ്റെ ചോറിൻ്റെ നെയ്യിലെ മണ്ടലിട്ട് അടിച്ച് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അത് കഴിക്കുക. അടിപൊളി ഷോട്ടാണ്. ആ ഒരു ഇതെടുത്ത് വായി വയ്ക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റാണ് ഗൈസ്. ആൻഡ് ഗൈസ്, ഉള്ള സത്യം എന്ന് പറയാമല്ലോ, ഈ സദ്യയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് സാമ്പാർ. ദോശയിലൂടെ ഇഡലിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പക്ഷേ ഈ പരിപ്പിട്ട് എനിക്ക് സാമ്പാർ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ണങ്ങളൊന്നും വാങ്ങാറില്ല. പകരം ആ ഒരു ഗ്രേവി മാത്രം ഇട്ട് കഴിക്കാറാണ് പതിവ്. ആൻഡ് ഗൈസ്, നമ്മുടെ ഫേവറേറ്റ് സംഭവം പായസം. അടുത്ത പറഞ്ഞവനാണ് കൊമ്പൻ, ബട്ട് ഇത് അടപ്പായസമാണ്. കിടിലമായിരുന്നു, നന്നായിരുന്നു. സോ ഇനിയാണ് ഞാൻ പറഞ്ഞ കൊമ്പൻ്റെ വരവ്, പാൽപ്പായസം. ആൻഡ് ഫസ്റ്റ് ബോൾ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് പാൽപ്പായസം എടുത്തു. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കൊച്ചുനാളോട്ടുള്ള ഫേവറേറ്റ് പായസം തന്നെയാണ് പാൽപ്പായസം. ആൻഡ് ഇവിടുത്തെ തിരുവനന്തപുരത്തിൻ്റെ ബോളിയും പാൽപ്പായസവും ഇല്ലാതെ എന്ത് തിരുവനന്തപുരം. ഗൈസ്, അത് കഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ വരണം. റെപ്ലിക്കൊന്നും പറ്റൂല, തിരുവനന്തപുരത്ത് തന്നെ വേണം. ആൻഡ് പാൽപ്പായസം ബോളിയും ഇറ്റ് വാസ് ഓസം. ആൻഡ് ഗൈസ്, കുറച്ച് ചോറിട്ടിട്ട് പുളിശ്ശേരി വെച്ച് കഴിച്ചു. എന്നിട്ട് ഞാൻ ഇല മടക്കി ആൾ സെറ്റ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സദ്യ കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾ കണ്ടത് പുളിശ്ശേരി വെച്ചിട്ട് മടക്കുന്നതായിട്ടേക്കാണ്. ബട്ട് ടെസ്റ്റ് ഉണ്ട്. ഈ രസവും മോരും ഞാൻ ഗ്ലാസ്സിലാണ് പണ്ടോട്ടെ കുടിക്കുക. പായസം കുടിച്ചതിൻ്റെ നല്ല ഇതുണ്ട്, കിക്കുണ്ട്. അതുകൊണ്ട് ഇനി ഇത് കുടിച്ചൊന്ന് സെറ്റിലായിട്ട് എവിടെയെങ്കിലും പോയിരിക്കണം. 3 മണിക്ക് എനിക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഒരു സർപ്രൈസാണ്. ആ സർപ്രൈസ് ഞാൻ പൊട്ടിക്കുക. ഇത് കഴിഞ്ഞ് നിങ്ങൾ കാണാൻ പോകുന്ന ആ സർപ്രൈസ് പൊട്ടിക്കലായിരിക്കും. ഓണത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് ലോകത്ത് ആരും ചെയ്യാത്ത സെറ്റപ്പായിരിക്കും ഞാൻ ചെയ്യാൻ പോകണം. അപ്പം അവിടെ ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനിവിടെ പാൻറ്റ് മുണ്ട് മാറ്റി പാൻറ്റാക്കി. സോ ഇനിയാണ് ഞാൻ പൊട്ടിക്കാൻ സർപ്രൈസാണ്. തിരുവോണത്ത് ആരും ചെയ്യാത്ത ഞാൻ ഇന്ന് കോൺജറിങ്, നിങ്ങൾക്ക് അറിയായിരിക്കും, കോൺജറിങ് ദ ലാസ്റ്റ് റൈസ് പടം ഇന്ന് റിലീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹൊറർ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഫിലിം ഫ്രാഞ്ചൈസിയാണ് കോൺജറിങ്. അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഓണമായൊന്നും നോക്കിയില്ല, ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്തു. സോ 3 മണിക്കാണ് ഷോ. 2:10 ഇവിടെ നിന്ന് കുറച്ച് ഇപ്പം ഒരു 2:15 ഞാൻ ഇറങ്ങും. അതാണ് സർപ്രൈസ്. എന്തൊക്കെയായാലും ഈ ഓണം വ്ളോഗ് ഇവിടെ വെച്ച് എൻ്റെ ഇല്ല. അവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു ചെറിയ ആ സിനിമയുടെ ഒരു ചെറിയ റിവ്യൂവും കൂടെ, റിവ്യൂ മീൻസ് ഒരു ഫുൾ ലെങ്ത് അല്ല, എൻ്റെ ചെറിയൊരു ഒരു ഓൺ ദ സ്പോട്ട് റിയാക്ഷൻ അത് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വെച്ച് വ്ളോഗ് ചെയ്യാം ഗൈസ്. എന്തൊക്കെ തന്നെയായാലും ഐ ആം ഹാപ്പി ഗൈസ്. ഓണം അടിച്ചൊളിച്ചു. നല്ല ഫുഡൊക്കെ ആയിരുന്നു, സദ്യയായിരുന്നു, അത്തമിടാൻ പറ്റി. എല്ലാ ആൾക്കാരും സാധനങ്ങളെല്ലാം വന്നു. ആൻഡ് കൂടുതൽ പറഞ്ഞ് മുഴുവിപ്പിക്കില്ല, നമുക്ക് സിനിമയ്ക്ക് പോകാം. ഓക്കെ. സോ ഈ സിനിമയെ പുറത്തിറങ്ങി വരണ വഴിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സിനിമ നല്ല കിടിലൻ പടമാണ്. ആൻഡ് എ ബിഗ് താങ്ക്സ് ടു എവരി വൺ. കോൺജറിങ് യൂണിവേഴ്സ് എല്ലാവർക്കും, നമ്മുടെ വാർണർ ബ്രദേഴ്സിനോടും, പിന്നെ നമ്മുടെ എന്താ പറയുക ജെയിംസ് വാൻ, വെറ ഫെർമിക, എഡ് ലൊറൈൻ വാറനായിട്ട് അഭിനയിച്ച പാട്രിക് വിൽസൺ, എല്ലായിടത്തും ബിഗ് താങ്ക്സ്. ഈ ഒരു എന്താ പറയുക ഈ
ഈ ഒരു യൂണിവേഴ്സിൽ ഞാൻ ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് വളർന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗൈസ്. ആൻഡ് അത് തന്നെയാണ് ഈ വ്ളോഗിൻ്റെ ബൈ ഗൈസ്.